പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു, അതായത് വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും പ്രതിപക്ഷം കേന്ദ്രത്തെ വിമർശിക്കുന്നില്ല. അത് നമ്മൾ കണ്ടതാണ്. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ഞങ്ങളില്ല സർക്കാരിനോടൊപ്പമെന്ന് പറഞ്ഞതാണ് നിങ്ങൾ കഴിഞ്ഞ നിയമസഭയിലടക്കം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ പൊതു ആവശ്യത്തിന് വേണ്ടി വരുമ്പോൾ പ്രതിപക്ഷം എന്നില്ല, ഭരണപക്ഷം എല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ ഇത്രയധികം അവഗണന, ഇന്നത്തെ ബജറ്റിൻ്റെ വിഷയം മാത്രമല്ല, വലിയ തരത്തിലുള്ള അവഗണനകൾ, വലിയ തരത്തിലുള്ള നെറികേടുകൾ കേന്ദ്രം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളതിന് ഒത്താശ പാടുകയാണ്. അതാണ് മുഖ്യമന്ത്രി പല അവസരങ്ങളിൽ പറയുകയും ചെയ്തിട്ടുള്ളത്. നിങ്ങളും ഈ പറയുന്ന കൂട്ടത്തിൽ അന്യഗ്രഹ ജീവികളാണെന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെയും പെരുമാറ്റം മാറുന്നുണ്ട്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിമർശനത്തിലുള്ളത്. നമ്മൾ ഈ കേന്ദ്ര ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിൻ്റെ കേരളത്തോടുള്ള സമീപനം പൊതുവികസനത്തിന് ഗുണമാകുന്നതല്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടത്തുമ്പോൾ ക്ഷീരമുള്ളൂർ അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന ഒരു സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായി ചർച്ച നയിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. രാഷ്ട്രീയമുണ്ട്, എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. നിങ്ങൾ പറയുന്ന അത് നിങ്ങളുടെ രാഷ്ട്രീയമാണ്, എനിക്ക് എൻ്റേതായ രാഷ്ട്രീയമുണ്ട്. നമ്മൾ പൊതുവായ ഒരു വികസനത്തെക്കുറിച്ച് പൊതു മനസ്സോടുകൂടി ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിലെങ്കിലും നമ്മൾ പറയത്തില്ലേ, കൊടംപുളി കലക്കാൻ ശ്രമിക്കരുത് എന്ന് പറയത്തില്ലേ. അപ്പോൾ ആ ഒരു മര്യാദ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇവിടെ കേന്ദ്ര ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബഡ്ജറ്റിൻ്റെ തൊട്ട് മുമ്പാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നത്. വരുന്നതിന് മുമ്പ് കേരളത്തിൽ BJP സൃഷ്ടിച്ച പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത്, ഇങ്ങോട്ട് വരട്ടെ, കേരളത്തിൻ്റെ മുഖം മാറ്റുന്ന, തിരുവനന്തപുരത്തിന് പ്രത്യേകിച്ച് പ്രൗഢിയുണ്ടാകുന്ന ഒട്ടനവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന വലിയ ആവേശം നിറഞ്ഞ വാക്കുകളുടെ ഒരു പ്രചാരണമായിരുന്നു എല്ലാ സംഘപരിവാർ വേദികളിലും, പ്രത്യേകിച്ച് BJP, CPM അവരുമായിട്ട് സഹകരിച്ചിരിക്കുന്ന എല്ലാവരും പ്രചരിപ്പിച്ചിരുന്നത്. തിരുവനന്തപുരത്ത് വരുന്നു, ഇപ്പോൾ തന്നെ ഇവിടെ എന്താ പറയുക, മലമറിക്കും എന്ന നിലയിലേക്കാണ് വന്നത്. നമ്മൾ വന്നു, സത്യം പറഞ്ഞാൽ അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ രാജീവ് ചന്ദ്രശേഖരനെയും തിരുവനന്തപുരം മേയറുടെയൊക്കെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. ഇഞ്ചി കടിച്ച അവസ്ഥയായിരുന്നു, വല്ലാത്ത അവസ്ഥയായിരുന്നു. മർക്കടസ്യ സുരോവരം മധ്യേ മൃച്ചിക ദംസനം എന്ന് പറയുന്ന പോലെയാണ്. കുരങ്ങനെ തേള് കുത്തിയാലുള്ള അവസ്ഥ എന്തായിരിക്കും, ആ കുരങ്ങൻ കള്ളൂടെ കുടിച്ചിട്ടുണ്ടല്ലോ എന്തായിരിക്കും അവസ്ഥ എന്ന അവസ്ഥയിലാണ് BJPയുടെ നേതാക്കളുടെ സ്ഥിതി. അപ്പോൾ അവർ പറഞ്ഞത്, പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, അങ്ങനെ വന്ന് പ്രധാനമന്ത്രിക്ക് ഏകപക്ഷീയമായി പദ്ധതികൾ പ്രഖ്യാപിക്കാൻ കഴിയുമോ? ഇവിടെ അല്ലല്ലോ അത് പ്രഖ്യാപിക്കേണ്ടത് ബഡ്ജറ്റിലല്ലേ, ബഡ്ജറ്റ് വരട്ടെ കാണിച്ചു തരാം എന്ന് പറയുകയുണ്ടായി. അപ്പം നമ്മൾ വിചാരിച്ചു ബഡ്ജറ്റ് വരും, വിപ്ലവാത്മകമായ നടപടികളുണ്ടാവും. കഴിഞ്ഞ ഒരു വർഷമായി ഇവിടെ ശ്രീ ആരിഫ്, ഞങ്ങൾ 2 പാർട്ടിക്കാരാണ്, പക്ഷേ അദ്ദേഹം പ്രതിപാദിച്ചത് ഓരോ ദിവസവും കേന്ദ്രമന്ത്രിയായി, MP ആയി, ആദ്യമായി BJP ലോക്സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അപ്പോൾ അവിടെ അത്ഭുതങ്ങൾ വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അത്രയധികം നരേന്ദ്രമോദിയുമായി ബന്ധമുള്ള, വ്യക്തിപരമായി വൈകാരികമായി ജ്യേഷ്ഠാനി ബന്ധം കാത്തു സൂക്ഷിക്കുന്നയാളാണ് അദ്ദേഹം. ആലപ്പുഴയ്ക്ക് എയിംസ് വരുമെന്ന് പറഞ്ഞപ്പോൾ ആരിഫും ഞാനുമൊക്കെ 2 പാർട്ടിക്കാരാണെങ്കിലും ഞങ്ങളും ഒന്ന് തുള്ളിച്ചാടി. ഏതായാലും എയിംസ് ആലപ്പുഴ വരുമല്ലോ, വലിയ സന്തോഷമായിരുന്നു. വലിയ സന്തോഷത്തിലാണ് നമ്മൾ, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇരുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യത്തിലും എന്തെങ്കിലും ചെയ്യാൻ ഈ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി, കേരള ഘടകമുണ്ടല്ലോ, അവർക്ക് രാഷ്ട്രീയ സമ്മർദ്ദമാകാമല്ലോ, അത് ചെയ്തില്ല. അതിവേഗ റെയിൽപാത എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. മറ്റ് സ്ഥലത്തെ വേഗതയും ഇവിടുത്തെ കാര്യവുമായി ബന്ധപ്പെട്ട് ടെക്നിക്കലായി പറയുന്ന ആളുകൾ പറയുന്നത് 300 കിലോമീറ്റർ വേഗതയിൽ ഓടുന്നു, ഇവിടെ 200 കിലോമീറ്റർ വേഗതയിലാണ്. ഏത് കിലോമീറ്റർ വേഗതയിൽ എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്കറിയില്ല, ഒരു പ്രഖ്യാപനമില്ല. ഞാൻ പോട്ടെ, നമ്മൾ വലിയ വിപ്ലവാത്മകമായി വലിയ വികസന രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന ഇനി അതിവേഗ റെയിൽവേയെക്കുറിച്ചോ മൾട്ടിനാഷണൽ കമ്പനികളെക്കുറിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല. ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾ നിത്യവും അവർ ആഹാരം കഴിക്കുന്ന, പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിന് വലിയ പരിരക്ഷ കിട്ടുന്നൊരു പദ്ധതിയാണല്ലോ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. അറിയാമല്ലോ, 369 രൂപ പ്രതിദിനം വേതനം കിട്ടുക എന്ന് പറഞ്ഞാൽ 100 ദിവസമാകുമ്പോൾ 36,900 കൈ കിട്ടുകയാണ്. വലിയ കഠിനാധ്വാനമില്ല, ജോലിയെ ഞാൻ മോശമായി പറയുകയല്ല, പക്ഷേ എല്ലാവർക്കും അതിൻ്റെ അകത്ത് ഒരു വരുമാനം ഉണ്ടാക്കുന്ന പദ്ധതിയാണ്. ആ പദ്ധതിയുടെ അവസ്ഥ എന്താണ്, അതിനെക്കുറിച്ച് എന്താണ് ഇവർക്ക് പറയാനുള്ളത്? അത് കേരളത്തിന് മാത്രം പ്രയോജനം ഉണ്ടാക്കുന്ന കാര്യമല്ലല്ലോ, ഇന്ത്യയിലാകമാനമുള്ള കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യുന്നൊരു പദ്ധതി.
അതിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന ഒരു സമീപനമാണ് ഇവർ സ്വീകരിച്ചത് എന്ന് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഇത് മാത്രമല്ല, ഇവർ ഓരോ കാര്യങ്ങളിലും പേരുകൾ മാറ്റുകയാണ്, പദ്ധതികളുടെ പേരുകൾ മാറ്റുകയാണ്. ഇതിന് തൊട്ട് മുമ്പ് ഞാനൊരു ഡിബേറ്റിൽ പങ്കെടുത്തപ്പോൾ അവിടെ വന്ന് സംസാരിച്ച ആൾ പറഞ്ഞത്, BJPയുടെ പ്രതിനിധി പറഞ്ഞ പ്രധാനമന്ത്രിയുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നതിനെ സംബന്ധിച്ചും പിന്നെ ഭക്ഷ്യസുരക്ഷയെ സംബന്ധിച്ചുമാണ്. അതിലൊന്നും ഇവർക്ക് യാതൊരു പങ്കുമില്ല. പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് പ്രതിമാസം 35 കിലോ അരി കിട്ടുന്നതും BJP സർക്കാരുമായിട്ട് എന്താ ബന്ധം? അതൊക്കെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിപ്ലവകരമായ നടപടികൾ, അത് അവകാശമാക്കി മാറ്റിയ നടപടിയൊക്കെ UPA ഗവൺമെൻറ് കാലത്ത് നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്നും ഇവർക്ക് പറയാനില്ല. കാർഷിക മേഖല എടുത്താൽ, തൊഴിലില്ലായ്മ എടുത്താൽ, ഇപ്പോൾ തന്നെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ സ്വകാര്യ മേഖലയിൽ ഉറപ്പുവരുത്തുമെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ 10-11 വർഷമായിട്ട് എന്താണ് ഉറപ്പുവരുത്തിയെന്ന് ഇവർ പറയണ്ടേ? എന്താണ് ഉറപ്പുവരുത്തിയെന്ന് പറയണ്ടേ? ഇവർക്ക് വിസ്മയം സൃഷ്ടിക്കാൻ കഴിയുന്ന ഏത് വികസനമാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് പറയണ്ടേ? 11 വർഷത്തിനകം ഇപ്പോൾ ഈ ചർച്ച പങ്കെടുക്കും. ഇപ്പോൾ പ്രഖ്യാപിച്ച ബഡ്ജറ്റ് അവിടെ നിൽക്കട്ടെ. ഇതുവരെ പ്രഖ്യാപിച്ച ബഡ്ജറ്റുകൾ കേരളത്തിന് കൊണ്ടുവന്ന എന്തൊക്കെ നേട്ടമാണ് കേരളത്തിന് കൊണ്ടുവന്നതെന്ന് അവർ പറയട്ടെ. അങ്ങനെയല്ലേ നമ്മൾ ചർച്ച